ഹലോ ഫ്രണ്ട്സ്, നാളത്തേക്കുള്ള നിഫ്റ്റിയുടെ മേജർ ലെവൽസ് ആക്ട് ചെയ്യാൻ പ്രൈസിനോട് ആക്ട് ചെയ്യാൻ സാധ്യതയുള്ള മേജർ ലെവൽസ് ആണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, അത് മാർക്ക് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്നും ഞാൻ ഓപ്പണായി കാണിക്കുന്നുണ്ട്. വേറെ ഹിഡൻ മാജിക് അങ്ങനെയൊന്നുമില്ല. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ മുൻപുള്ള വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം, ഞാൻ ഫിബാണ് യൂസ് ചെയ്യുന്നത് ലെവൽസ് മാർക്ക് ചെയ്യാൻ. ഓക്കെ, അതിൻ്റെ 0.5, 0.618 ലെവൽസ് ആണ് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, നമുക്ക് ഇന്നത്തെ ആ മൂവിൻ്റെ 50% തന്നെ നോക്കാം. ഓക്കെ, അത് നമുക്ക് മാർക്ക് ചെയ്യാം. നാളത്തേക്ക് ഒരു മേജർ ലെവലാണിത്. ഒരു ലെവൽ കിട്ടിക്കഴിഞ്ഞു. 25, 159.36, 25, 132.89. രണ്ട് ലെവൽസ് നമുക്ക് റെസിസ്റ്റൻസ് ലെവലായിട്ട് കിട്ടിക്കഴിഞ്ഞു. ഇനി ഒരു മേജർ മൂവ് വന്നത് എവിടെയാണ്? സെല്ലേഴ്സിൻ്റെതാണ് നമ്മൾ എടുത്തത്. ഇതിന് മുകളിൽ പ്രൈസ് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ പോയി ക്ലോസ് ചെയ്യുന്നതല്ല ഉദ്ദേശിക്കുന്നത്. പോയി പ്രൈസ് സസ്റ്റെയിൻ ചെയ്ത് ഈ ലെവലിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാർക്കറ്റ് പിന്നെ ബുള്ളിഷ് സൈഡിലോട്ടായിരിക്കും പോവുക. അല്ല, ഇവിടെ നിന്ന് റിജക്ഷൻ വന്ന് വീണ്ടും താഴോട്ടാണ് വരുന്നതെങ്കിൽ വീണ്ടും താഴോട്ട് തന്നെ പോകും. ഇവിടുന്ന് ഈ വിക്കൊക്കെ എടുത്തുകൊണ്ട് താഴോട്ട് തന്നെ പോകും. നമുക്ക് താഴെ അങ്ങനെ വരികയാണെങ്കിൽ ഒരു സപ്പോർട്ട് ആണല്ലോ, അത് നമുക്കൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഈ ലോ ടു ഈ ഹൈ നോക്കാം. ഇതിൽ വേറെ കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങളൊന്നും, ജസ്റ്റ് ഫിബ് യൂസ് ചെയ്യുന്നു, അതിൻ്റെ 0.5, 0.618 ലെവൽസ് യൂസ് ചെയ്യുന്നു. അത് വെച്ച് മാർക്ക് ചെയ്യുന്നു. നിങ്ങൾ തന്നെ നാളെ നോക്കുക ഈ ലെവൽസ് മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. നമ്മുടെ സ്റ്റഡി ഒരു ജെന്യൂൻ സ്റ്റഡി ആണെങ്കിൽ അതിന് എന്ത് സിമ്പിൾ ടൂൾ ഉപയോഗിച്ചതായാലും വർക്ക് ചെയ്തിരിക്കും. ഓക്കെ, നമുക്ക് റെസിസ്റ്റൻസ് ലെവൽ കിട്ടി, ഒരു സപ്പോർട്ട് ലെവലും കിട്ടി. ഇത് നാളെ മാർക്കറ്റിൽ ആക്ഷനിൽ വരാൻ അല്ലെങ്കിൽ പ്ലേയിൽ വരാൻ സാധ്യതയുള്ള ലെവൽസ് ആണ്. ഓക്കെ, വേറൊരു അപ്പർ സൈഡും കൂടെ ഒരു ലെവൽ കാണുമല്ലോ. ഓക്കെ, നോക്കട്ടെ. ഓക്കെ, ഈ മൂവിൻ്റെ ഒന്ന് എടുത്ത് നോക്കാം. വേണ്ട, ഇതിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അത് വിട്ടേക്കാം. ഈ സെല്ലേഴ്സ പോയി. ഓക്കെ ഓക്കെ, ഈ മൂവ് ഉണ്ടല്ലോ. ഈ ടോപ്പ് മുതൽ ഈ ബോട്ടം ഇതുവരെ യൂസ് ചെയ്യുന്നു. അപ്പോൾ എന്താ വരെ നോക്കല്ലോ. ഓക്കെ, റെസിസ്റ്റൻസ്. ഓക്കെ, ഇന്നും റിയാക്ട് ചെയ്തിരിക്കുന്ന അതേ ലെവലിൽ നിന്നാണ്. ഓക്കെ, ഇത് വേറെ ഒന്നും ഞാൻ യൂസ് ചെയ്തില്ല. ഫിബ്, അതിൻ്റെ 0.5 ആൻഡ് 0.618 ലെവൽസ്, ഇത് മാത്രം യൂസ് ചെയ്തിട്ടാണ് ഈ ലെവൽസ് ഫൈൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ നമുക്ക് മാർക്കറ്റിൽ ട്രേഡ് എടുക്കാനോ മാർക്കറ്റ് പ്രൈസ് എങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യാനോ അറിയാൻ പറ്റുന്ന ലെവൽസ് കണ്ടുപിടിക്കാൻ പറ്റും, മാർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ 5 മിനിറ്റ്സിലോട്ട് പോകട്ടെ. ഓക്കെ, നാളെ ഇവിടെ നിന്ന് എന്തെങ്കിലും ഒരു റിയാക്ഷൻ കാണുകയാണെങ്കിൽ പ്രശ്നമുണ്ട്. ഇവിടെ എങ്ങാനും വന്നിട്ട് വീണ്ടും ഒരു അപ്സൈഡ് കാണുകയാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് ലോങ്ങിന് ശ്രമിക്കാം. അപ്പോൾ തിരിച്ച് ഇവിടുന്ന് തന്നെ മുകളിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ ഇവിടുന്ന് താഴോട്ടൊരു റിയാക്ഷൻ വരികയാണെങ്കിൽ ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഇങ്ങോട്ട് താഴോട്ടേക്ക് നോക്കാം. ഓക്കെ, സെയിം തന്നെയാണ് ഇവിടെയും. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അധികം കോംപ്ലിക്കേറ്റഡ് ഒന്നും ആക്കുന്നില്ല. സിമ്പിൾ ഒരു കൺസെപ്റ്റാണ്. എൻ്റെ പഴയ വീഡിയോസിലും സെയിം രീതിയിൽ തന്നെയാണ് സപ്പോർട്ട് റെസിസ്റ്റൻസ് എങ്ങനെയാണ് എടുക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ളത്. സപ്പോർട്ട് റെസിസ്റ്റൻസ്, സപ്ലൈ ഡിമാൻഡ്, അതൊക്കെ ചെയ്യാൻ വേണ്ടി ഇഷ്ടം പോലെ എന്താ പറയുക വഴികളുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് ഇതാണ്. സിമ്പിളായിട്ടുള്ള നല്ലൊരു മൂവ് വന്ന സ്ഥലത്ത് ഫിബ് യൂസ് ചെയ്യുന്നു, എന്നിട്ട് അതിൻ്റെ 0.5, 0.618 എടുക്കുന്നു, ആ ഏരിയ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നാളെ മാർക്കറ്റിൽ വരുന്ന ക്രൂഷ്യൽ ലെവൽസ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.